നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ എം.ജി. ശ്രീകുമാറിന് ഇന്ന് 25,000 രൂപയാണ് എറണാകുളം എറണാകുളം ജില്ലയിൽപ്പെട്ട മുളവുകാട് പഞ്ചായത്ത് പിഴയായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് വേറൊന്നിനുമല്ല, മാലിന്യം കായലിലേക്ക് ഇട്ടതിനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മാലിന്യം കായലിലേക്ക് വലിച്ചെറിയും. അത് ആ സമയത്ത് അതുവഴി ബോട്ട് യാത്ര നടത്തിയിരുന്ന വിദേശികൾ ഉൾപ്പെടെയുള്ള ഒരു യാത്രയിൽ അതിലുണ്ടായിരുന്ന ഒരു യുവാവാണ് ഈ വീഡിയോ എടുത്തത്. അപ്പം അദ്ദേഹം അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ ടാഗ് ചെയ്തുകൊണ്ട് അത് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പം അത് കുറേ ആൾക്കാർ ശ്രദ്ധിച്ച ശേഷം മാത്രമാണ് അതിനെതിരെ ഒരു നടപടി ഉണ്ടായത്. ഇപ്പം മന്ത്രിയൊക്കെ പറയുന്നത് അതിനെതിരെ പെട്ടെന്ന് നടപടി ഉണ്ടാവുന്നതാണ്. പക്ഷെ പെട്ടെന്നൊരു നടപടി ഉണ്ടായില്ല. അത് ആ പോസ്റ്റ് ടാഗ് ചെയ്ത് അത് കുറെ വൈറലായ ശേഷമാണ് നടപടി ഉണ്ടായത്. ഇപ്പൊ 6 മാസമായി ഈ ഒരു സംഭവം നടന്നിട്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോഴാണ് അതിന് നടപടി ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഓരോ സ്ഥലത്തും വേസ്റ്റ് ഇടുന്നതിന്റെ പിഴയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ആ പിഴ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നത്, വെള്ളത്തിൽ മാലിന്യം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ 1,00,000 രൂപയാണ് പിഴയെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് 25,000 രൂപ മാത്രമാണ് ഒരു പ്ലാസ്റ്റിക് കിറ്റിൽ ഈ വേസ്റ്റ് കായലിലേക്ക് എറിഞ്ഞതിന് അവർക്ക് പിഴ ലഭിച്ചത്. അപ്പൊ അതൊരു VIP ആയതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറഞ്ഞ ശേഷം ഈ 25,000 ഒതുക്കിയത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അതിനി പഞ്ചായത്തിന്റെ ഒരു സാന്ത്വനമാണോ എന്നും അറിയത്തില്ല. കാരണം പഞ്ചായത്തിൽ പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എം.ജി. ശ്രീകുമാർ വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് വേലക്കാരിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ വേലക്കാരി ഇത് എങ്ങനെ ചെയ്യണമെന്ന്, ഒരു വേലക്കാരി ഈ കാര്യങ്ങൾ ആ രീതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർ പറയാതെ വേലക്കാരി ചെയ്യുമോ? വേലക്കാരി സ്വന്തം ഇഷ്ടപ്രകാരം വേസ്റ്റ് എടുത്ത് മറ്റൊരു പുരയിടത്തിലേക്കോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തേക്കോ എറിയത്തില്ല. ആ വീട്ടുകാരുടെ ഒരു നിർദ്ദേശം അനുസരിച്ചായിരിക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഒരു ആള് ചെയ്തത് കൊണ്ടാണ്, ഇങ്ങനൊരു വീഡിയോ വന്നുകൊണ്ടാണ് ഇത് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് എന്ന് പറയുന്നുണ്ട്, ഹരിതകർമ്മസേനയ്ക്ക് ഇവർ മാസങ്ങളായിട്ട്, കാശില്ലാത്ത സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരായോണ്ടായിരിക്കാം, പക്ഷെ മാസങ്ങളായിട്ട് അവര് ഹരിത കർമ്മസേനയ്ക്ക് പൈസ കൊടുക്കുന്നില്ല, ഈ വേസ്റ്റും കൈമാറുന്നില്ലെന്നാണ് ഇപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്, മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു വീട്ടിൽ നിന്ന് ഇത്രയും മാസങ്ങളായിട്ട് ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ നടപടി എടുത്തില്ല? അതുപോലെ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഈ വാട്സപ്പ് നമ്പർ കൊടുത്ത് നാട്ടുകാർ വീഡിയോ എടുത്തിടണമെന്ന് പറയുന്ന ഒരു കാര്യം തന്നെ തെറ്റാണ്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ തൊട്ട അയലത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവായിരിക്കാം, ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അയലത്തുകാരുമായിട്ടും ബന്ധുക്കാരുമായിട്ടും അടിയിടിയും ഉണ്ടാകാനും, ഇന്നത്തെ കാലത്ത് മുഖത്തോട് മുഖം നോക്കിക്കഴിഞ്ഞാൽ കുത്തിയിട്ട് പോകുന്ന ആൾക്കാരാണ്. കഞ്ചാവും മറ്റും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ഒത്തിരി ചെറുപ്പക്കാരുള്ള ഒരു കാലഘട്ടമാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പ്രതികരിക്കും. അപ്പം നമ്മളതിൻ്റെ ഫോട്ടോ എടുക്കാൻ പോകാനോ, നമ്മൾ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് നമ്മുടെ അയലത്തിട്ട് കത്തിച്ച്, അല്ലെങ്കിൽ വേസ്റ്റിലാണ് വാരിയിട്ട് കത്തിച്ച് വേസ്റ്റ് നിക്ഷേപിച്ച്, ഇതിനെതിരെയൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കെതിരെ ചിലപ്പോൾ ഇവർ തന്നെ പ്രതികരിക്കും. ഇതിൻ്റെ അകത്ത് പിഴശിക്ഷ കിട്ടുന്നതിൽ നിന്ന് ഒരു ഇത്ര ശതമാനം പൈസ നമുക്ക് കിട്ടുന്നുണ്ട്. ആ പൈസയ്ക്ക് വേണ്ടിയല്ല ജനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ജനങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വരും തലമുറയോട് ചെയ്യുന്ന ഒരു ദോഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പലരും കണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് റോഡിൽ പോകുമ്പോൾ അറിയാം, പലരും അവരവരുടെ വസ്തുവിലുള്ള വേസ്റ്റുകൾ, ഒരു ഭൂമി വൃത്തിയാക്കിയാൽ അതിലെ ചപ്പ് ചവറുകളെല്ലാം കൂടെ റോഡിലൊക്കെ വലിച്ചെറിയും. ഹോട്ടലുകാരനാണെങ്കിൽ ഹോട്ടലിലെ വേസ്റ്റ്, രാത്രിയിൽ ഹോട്ടലിലെ വേസ്റ്റ് വെള്ളം എല്ലാം ഒഴിക്കുന്ന റോഡിലാണ്. ഇതിനെതിരെയൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടുകാർ നമ്മളെ അടിയിടുന്നതല്ലാതെ ഈ ഉദ്യോഗസ്ഥർ എന്തിനാണ് എത്തിയിരിക്കുന്നത്? ഇവർ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഇവർക്ക് കാണാൻ പറ്റും ഇങ്ങനെ വേസ്റ്റുകൾ പലയിടത്തും ഇട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അവർക്ക് ഫോട്ടോ എടുത്ത് അതിനെതിരെ നടപടി എടുത്തുകൂടാ? നമ്മൾ നാട്ടുകാരെ ഇത് ഏൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഈ ഉദ്യോഗസ്ഥന്മാരെ ആഴ്ചയിൽ ഒരു ദിവസം ഇതിനായിട്ട് പരിശോധനയ്ക്കായിട്ട് വിടും, അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് പ്രത്യേകം നിർദ്ദേശിക്കുന്നവരെ.
അതല്ലെങ്കിൽ ഈ വാർഡ് മെമ്പർ ഇതെല്ലാം കണ്ടിട്ടാണ് നടക്കുന്നത്. വാർഡ് മെമ്പറിന് എന്താ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വയ്യ? വാർഡ് മെമ്പർ കൊടുക്കത്തില്ല. കാരണം അവർക്ക് വോട്ടാണ് പ്രധാനം. അവരൊരിക്കലും ഇവരെ വെറുപ്പിക്കത്തില്ല. അപ്പം ഇതൊക്കെ ഒരു വെറുതെ ഒരു നടപടികളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കത്തില്ല. കാരണം ഇന്ന് ഏത് തോടായാലും ഏത് പൊതുകുളമായാലും റോഡായാലും വേസ്റ്റ് ഇടാൻ വേണ്ടിയാണെന്ന് ധരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. അത് പഞ്ചായത്തിൽ നിന്ന് നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥർ ഇതിനെതിരെ നടപടിയെടുക്കണം. ഇവരെ പരസ്യമായിട്ട് തന്നെ അവരുടെ ഫോട്ടോ പ്രസിദ്ധീകരിക്കണം. ഇവർ വേസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ പ്രസിദ്ധീകരിക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ കുറേയൊക്കെ നന്നാകത്തുള്ളൂ. അതുപോലെ തന്നെ ഈ വേസ്റ്റ് ഇടുന്നവരെ കൊണ്ട് വാരിക്കണം. അത് വാരാൻ വയ്യെങ്കിൽ ഈ വേസ്റ്റ് വാരി അവരവരുടെ വീട്ടിൽ കൊണ്ടിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകൂ. അല്ലാതെ നമ്മൾ വാട്സാപ്പ് നമ്പർ തന്നിട്ട് നാട്ടുകാരെല്ലാം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുകയല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരും പരാതി കൊടുത്തിട്ട് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപടികളൊന്നും എടുത്തിട്ടില്ല. കാരണം അവർ ഈ ഏത് വാട്സപ്പ് നമ്പറിൽ നിന്നാണോ ഇങ്ങനൊരു വിവരം വരുന്നത് അവരവരുടെ തൽപര കക്ഷികളോടോ വാർഡ് മെമ്പറോടോ പറയുകയും ഇത് മറ്റേ ഈ പരാതി പെടുന്ന പ്രതിഭാഗമായിട്ടുള്ള ആൾക്കാരുടെ കാതിലേക്ക് എത്തി. ആരാണ് പരാതിപ്പെട്ടതെന്നും എല്ലാ കാര്യങ്ങളും എത്തും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല വേണ്ടത്. സർക്കാർ ഒന്നീ പഞ്ചായത്തിൽ നിന്ന് നിർദ്ദേശിക്കുക, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറിന് ഇതിൻ്റെ അകത്തൊരു ഉത്തരവാദിത്തമില്ല. പഞ്ചായത്ത് മെമ്പറിന് ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ. പഞ്ചായത്ത് മെമ്പർ നിർദ്ദേശിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഒരു പരിഹാരമാകും. അപ്പം അതൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത്.